മോളെ, ഡാഡി പറയുന്നത് എന്റെ മോള് ക്ഷമയോടെ കേൾക്കണം. മനസ്സിലായി. അയാളുടെ കൂടെ പോണെന്നായിരിക്കും. ജനക്കൂട്ടത്തിന്റെ മുന്നിലിട്ട് പേ പട്ടി തല്ലും പോലെ എന്നെ തല്ലി ചതച്ചില്ലേ? എന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചില്ലേ? അയാൾ മനുഷ്യനല്ല, ഈസ് എ ഡെവിൾ. ഇനി അയാളുടെ ഭാര്യയായി കഴിയേണ്ട ഗതികേട് ഗീതുവിനില്ല. എന്റെ മോള് ഒരു തെറ്റിദ്ധാരണയുടെ ലോകത്താണ് ഇതുവരെ ജീവിച്ചത്. അത് നിന്റെ മനസ്സിനെ വളരാൻ പാടില്ലാത്ത വഴികളിലൂടെ വളർത്തി. ഇന്ന് സൗഭാഗ്യങ്ങളുടെ നടുവിൽ ജ്വലിച്ചു നിൽക്കുന്ന നീ ഒരു സത്യം അറിയണം. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഞാനിനി ആരുടെ മുന്നിലും തല കുനിക്കില്ല. ഞാൻ DGP രാജശേഖരൻ നായരുടെ മകളാണ്. അല്ല, നീ DGPയുടെ മകളല്ല. നീ എന്റെ മകളല്ല. എന്നെ ഒതുക്കാൻ വേണ്ടി കമ്മീഷണർ പഠിപ്പിച്ചത് നാടകമായിരിക്കും. അല്ല മോളെ, സത്യമാണ്. ഞാൻ നിന്റെ ഡാഡിയല്ല, ലക്ഷ്മി നിന്റെ മമ്മിയുമല്ല. അതെ മോളെ, നീ എന്നും ഞങ്ങളുടെ പൊന്നുമോളാണ്. പക്ഷെ ഞങ്ങൾക്ക് ജനിച്ച മോളല്ല. വിവാഹം കഴിഞ്ഞ് ഏറെക്കാലം കുഞ്ഞുണ്ടാകാതിരുന്നപ്പോൾ ഒരു പിഞ്ചു കുഞ്ഞിനെ ലാളിക്കണമെന്ന മോഹം ഞങ്ങൾക്കുണ്ടായി. അങ്ങനെ ഒരു അനാഥാലയത്തിൽ നിന്ന് നിന്നെ ദത്തെടുത്തതാണ്. ഇല്ല, ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. നിങ്ങൾ എന്നെ തളർത്താൻ പറയുന്നു, തോൽപ്പിക്കാൻ പറയുന്നു, സഞ്ജീവനെ വിജയിപ്പിക്കാൻ വേണ്ടി. കള്ളം, പച്ചക്കള്ളം. ഞാൻ ഡാഡിയുടെ മോളാണ്, മമ്മിയുടെ മോളാണ്. ആണെന്ന് പറയൂ ഡാഡി, പറയൂ മമ്മി. നീ വിശ്വസിക്കില്ലെന്നറിയാം, പക്ഷേ വിശ്വസിച്ച മതിയാവും മോളെ. മദർ, അദ്ദേഹം പറഞ്ഞത് സത്യമാണ് മോളെ. എന്റെ കയ്യിൽ നിന്നാണ് ഇവർ നിന്നെ ഏറ്റുവാങ്ങിയത്. അനാഥാലയത്തിന്റെ മുറ്റത്ത് ഏതാനും ദിവസങ്ങൾ മാത്രം പ്രായമായ ചോരക്കുഞ്ഞിനെ ആരോ ഉപേക്ഷിച്ചു പോയതാണ്. വിശ്വസിക്കുന്നു, ഇപ്പൊ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ മാലാഖയായ നിങ്ങൾ കള്ളം പറയില്ല, പറയാൻ പറ്റില്ല. ഞാൻ അനാഥയാണ്, ഏതോ തെരുവിൽ പിറന്ന അനാഥ. I am an orphan. ആരുത് മോളെ, അങ്ങനെ പറയരുത്. അനാഥയായ എന്നെ എന്തിന് ഏറ്റുവാങ്ങി വളർത്തി? എന്തിന് പ്രാണനെ പോലെ സ്നേഹിച്ചു? എന്തിന് ഇത്രയും കാലം എല്ലാം മറച്ചു വെച്ചു? എന്നിട്ടിപ്പോ ഇല്ല, ഞാനിത് സഹിക്കില്ല, എനിക്ക് സഹിക്കാൻ കഴിയില്ല. അവൾ പൊട്ടിത്തെറിക്കട്ടെ, ആളിക്കത്തട്ടെ. ഒടുവിൽ എല്ലാം ശമിച്ച് അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ.
ഇത്രയും കാലം ചേച്ചിയാന്ന് പറഞ്ഞിട്ട് ഗീതുവിന് 8 വയസ്സുള്ളപ്പോഴാ ഇവന്റെ ജനനം. ഞങ്ങളുടെ രക്തത്തിൽ ഒരു കുഞ്ഞ് പിറന്നിട്ട് പോലും ഞങ്ങൾക്കെല്ലാം അവളായിരുന്നു. ഇന്നെന്റെ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി സ്വന്തം മകളല്ലെന്ന് എന്റെ മനസ്സിനെ തൊട്ടുകൊണ്ട് എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ മോള് ഇന്ന് എന്നിൽ നിന്ന് എത്രയോ ദൂരെയാണ്. എല്ലാം നല്ലതിന് വേണ്ടിയല്ലേ സാർ? എന്തായാലും ഈത് മോളൊന്ന് ശാന്തമായ മട്ടുണ്ട്. എല്ലാം ആറി തണുത്തുനിന്ന് ആശ്വസിക്കാം. ഹലോ, ഞാനാണ് സഞ്ജീവൻ. ഞാൻ പറയാൻ പോകുന്നത് ഗീതുവിനെ കാണുന്നില്ല. എല്ലാം ഇന്നലെ അവളോട് പറഞ്ഞു. രാത്രി ആരും ഉറങ്ങിയിട്ടില്ല സഞ്ജീവൻ. പക്ഷെ രാവിലെ പറഞ്ഞു. സഞ്ജീവനോട് പറഞ്ഞു. നീ താലി കെട്ടിയ പെണ്ണ, ആ താലി ഇപ്പോഴും അവളുടെ കഴുത്തിലുണ്ട്. നീ പോണം, നിർബന്ധമായിട്ടും പോണം. പോയി അന്വേഷിച്ച് കണ്ടുപിടിക്ക ചേട്ടാ. പെട്ടെന്ന് പോ ചേട്ടാ. മേലുദ്യോഗസ്ഥന്റെ കുടുംബകാര്യങ്ങളിൽ ഒരു കീഴുദ്യോഗസ്ഥൻ ഇടപെടാൻ പാടില്ലെന്നറിയാം. പക്ഷെ സാറിന്റെ മനസ്സ് എനിക്ക് നന്നായിട്ടറിയാം. മാഡത്തെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ സാറിന് ഈ ജന്മം ഓർക്കാനേ കഴിയില്ല. സാർ അത്രയ്ക്ക് മാഡത്തെ സ്നേഹിക്കുന്നു. പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ഒരുമിച്ച് ജീവിക്കണം സാർ. വല്ല വിവരവും കിട്ടിയോ? ഇതുവരെ ഒന്നും കിട്ടിയില്ല സാർ. നാനാഭാഗത്തേക്കും പോലീസിനെ അയച്ചിട്ടുണ്ട്. എല്ലാ സ്റ്റേഷനിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അന്വേഷണത്തിന് ഒരു രഹസ്യ സ്വഭാവമാണല്ലോ. അത് കാരണം എല്ലാം സീക്രട്ട് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. ദൈവമേ, എന്റെ കുഞ്ഞു വല്ല കടികയും. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കും. സ്റ്റേഷനിലായിരിക്കും. ഹലോ, ഇത് മദറാണ്. ഗീതുമോൾ ഇവിടെ ഉണ്ട്. ഗീതുമോള് മദറിന്റെ അടുത്തുണ്ടെന്ന്. എപ്പോഴാ എന്റെ കുഞ്ഞ് അവിടെ വന്നത്? ഇന്ന് വെളുപ്പിന്. അമ്മ ആരെ അച്ഛൻ ആരെന്ന് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. അതെനിക്കും അറിയില്ലല്ലോ. ഞങ്ങൾ ഉടനെ അങ്ങോട്ട് വരികയാണ്. വരുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷേ ഗീതു ഒരു വല്ലാത്ത മാനസികാവസ്ഥയില. നിങ്ങളെയൊക്കെ കാണുമ്പം എന്താവും പ്രതികരണമെന്ന് പറയാൻ കഴിയില്ല. അതൊന്നും സാരമില്ല. എന്റെ മോൾ അവിടെ നിന്ന് മിസ്സാവാതെ സൂക്ഷിക്കണം. അങ്ങനെ പേടിക്കണ്ട. ഇവിടെ നിന്ന് എങ്ങോട്ടും പോവില്ല. ഞങ്ങൾ വിടില്ല. മോള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇവിടുത്തെ അനാഥ കുട്ടികളോടൊപ്പം ഇരുന്ന് കഴിക്കുമെന്ന് വാശി പിടിച്ചു. അപ്പുറത്തുണ്ട്, വരും. മോളെ, എന്നെ അന്വേഷിച്ച് ആരൊക്കെ വന്നിരിക്കുന്നു. ഞാനിപ്പോ വരാം. നിങ്ങൾ എന്തിനാ വന്നത്? മോളെ, മമ്മിയോടും ഡാഡിയോടും ഒക്കെ. ആരുടെ മമ്മി, ആരുടെ ഡാഡി? തെരുവിൽ പറഞ്ഞവൾക്ക് നിങ്ങൾ എങ്ങനെ മമ്മിയും ഡാഡിയാവും? മോളെ, എന്നെ അങ്ങനെ വിളിക്കരുത്. എനിക്ക് ജന്മം തന്നിട്ട് എന്നെ ഉപേക്ഷിച്ച് പോയവരെ കാത്തിരിക്കുകയാണ് ഞാൻ. അങ്ങനെ പറയരുത് മോളെ. നീ ഞങ്ങൾക്ക് എല്ലാമാണ്. നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്.
ചേച്ചി പോകാം. ഞാൻ നിന്റെ ചേച്ചിയല്ല, DGPയുടെ മകളല്ല, പോലീസ് കമ്മീഷണറുടെ ഭാര്യയല്ല. അല്ല, IPS വന്നില്ലല്ലോ, വരില്ല. തെരുവിന്റെ സന്തതിയാണെന്ന് അറിഞ്ഞു കാണുമല്ലോ. പോയി IPSനോട് പറ, അനാഥാലയത്തിൽ ഒരു പെണ്ണുണ്ട്, സ്വീകരിക്കുമെന്ന്. മോളെ, അവിടെയാണ് നീ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യമുള്ളത്. ഓ, സത്യങ്ങൾ ഇനിയും തീർന്നിട്ടില്ലേ? നിന്നെ അനാഥാലയത്തിൽ നിന്ന് ദത്തെടുത്തതാണെന്ന് ഞങ്ങൾ അവനോട് പറഞ്ഞിരുന്നു. അതറിഞ്ഞപ്പോ അവന് നിന്നോട് പ്രത്യേക വാത്സല്യമോ സ്നേഹമോ ഒക്കെ തോന്നി. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഉയർന്നു വന്ന സഞ്ജീവന് നീ ഒരു അത്താണിയാവുമെന്നും അവൻ പ്രതീക്ഷിച്ചു. ഒരിക്കലും ആ സത്യം നിന്നെ അറിയിക്കില്ലെന്ന് അവൻ എനിക്ക് വാക്ക് തന്നിരുന്നു. എന്തെല്ലാം തെറ്റുകൾ നിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഒരു അനാഥയാണെന്ന് പറഞ്ഞ് അവൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അതാണ് സഞ്ജീവൻ. അവൻ വലിയ മനുഷ്യനാണ്. അതെ മോളെ, സഞ്ജീവൻ ദൈവമാണ്. IPS വന്നിട്ട് ഒത്തിരി നേരമായോ? എല്ലാരും പറയുന്നു IPS ദൈവമാണെന്ന്. ശരിയാ? അല്ലെങ്കിൽ ആരോരും ഇല്ലാത്ത, ഒന്നും അല്ലാത്ത ഒരു അനാഥ പെണ്ണിനെ ഇത്രയും കാലം സഹിക്കോ? പക്ഷെ IPS ദൈവമാണെന്ന് മനസ്സിലാക്കാൻ ഈ പൊട്ടിപ്പെണ്ണിന് കഴിഞ്ഞില്ല. സഹതാപം തോന്നിയിട്ട് ഒരു അനാഥ പെണ്ണിന് ജീവിതം കൊടുക്കാൻ വേണ്ടി വന്നതല്ല. ഞാൻ താലി കെട്ടി എന്റെ ഭാര്യയെ പുതിയൊരു ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ വന്നതാ. IPSനെ വിളിക്കാൻ വരരുതായിരുന്നു. എന്റെ മുന്നിൽ IPS തോൽക്കാൻ പാടില്ല. തെറ്റെയ്തത് ഞാനല്ലേ? അങ്ങയുടെ പെങ്ങന്മാരോട്, അച്ഛനോട് ഒരുപാട് തെറ്റുകൾ. എനിക്ക് ശിക്ഷയൊന്നും പോരാ. ഇനിയും ഞാൻ ശിക്ഷിക്കപ്പെടണം. എന്നെ ഞാൻ തന്നെ ശിക്ഷിക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. IPS പോയിക്കോളൂ. IPS ദൈവമല്ലേ? ദൈവത്തെ നേരിട്ട് കണ്ട വണങ്ങണല്ലോ. വന്നില്ല, വരില്ല. എൻ്റെ മോൻ വലിയൊരു മനസ്സിൻ്റെ ഉടമയാ. എന്നും നന്മകൾ മാത്രം ചെയ്ത് നിനക്ക് ദൈവം നന്മ വരുത്തും. അയ്യോ, ഇത് ഇങ്ങനെയല്ല എഴുതുന്നത്. ആയുടെ ചുഴുപ്പ് ഇങ്ങനെയല്ല. ദാ ഇങ്ങനെ വന്ന് ഇവിടെ ചുഴുപ്പിട്ട് ഇങ്ങനെ എഴുതണം. മനസ്സിലായോ? ശ്രദ്ധിച്ചെഴുതൂ. അമ്മ എഴുത. ആ, അങ്ങനെയല്ല വിക്കി. അയ്യോ, ഈ കുട്ടി ടീച്ചർ ഇത്തിരി കടുപ്പം തന്നെ.